നമസ്കാരം. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ മുഴുവനായിട്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം നല്ല രീതിയിൽ സംസാര വിഷയമായിക്കാണ്. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലീഗൽ ആൻഡ് ഇമോഷണൽ ബാറ്റിൽ ബിറ്റ്വീൻ നയൻതാര ആൻഡ് ധനുഷ്. രണ്ടുപേരും തമ്മിലൊരു ലീഗൽ ബാറ്റിൽ. അത് ലീഗൽ ബാറ്റിൽ ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇപ്പൊ നയൻതാര അതിനെ ഒരു ഡയറക്ഷനൊക്കെ തിരിച്ചുവിട്ടിട്ട് ഒരു ഇമോഷണൽ ബാറ്റിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് നാട്ടുകാരൊക്കെ അറിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ നയൻതാര ഇൻസ്റ്റഗ്രാമിലൊരു ലെറ്റർ പോസ്റ്റ് ചെയ്തു. 3 പേജ് വരുന്ന ഒരു ലെറ്ററാണ്. ഈ ലെറ്റർ ധനുഷിനെ മെൻഷൻ ചെയ്തിട്ട് ധനുഷിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഓപ്പൺ ലെറ്ററാണ്. ആ ലെറ്ററിലൂടെയാണ് സംഭവം മുഴുവനായിട്ട് ആൾക്കാർ അറിഞ്ഞത്. ആ ലെറ്റർ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. ഒരുപാട് മലയാളം നടിമാരൊക്കെ തന്നെ ആ ലെറ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്, നയൻതാരയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പേര് നയൻതാരയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ലെറ്ററിനകത്തെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷം മുമ്പ് 2022 നയൻതാരയുടെ കല്യാണം കഴിയുന്നത്, നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിലുള്ള. അപ്പൊ ആ കല്യാണത്തിന്റെ ഫോട്ടോസ് ഒക്കെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. പക്ഷേ വലിയ രീതിയിൽ അതിന്റെ വീഡിയോസോ ക്ലിപ്പുകളോ ഒന്നും തന്നെ മാധ്യമങ്ങളിലോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അപ്പൊ അതിന് കാരണം ആ വർഷം തന്നെ നെറ്റ്ഫ്ലിക്സ് ഇവരുടെ കല്യാണത്തിന്റെ ക്ലിപ്പുകളും വീഡിയോസും മുഴുവനായിട്ടും വാങ്ങിയിരുന്നു. നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. ആ ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ടാണ് ഈ വിവാഹത്തിന്റെ ക്ലിപ്പുകളൊക്കെ തന്നെ വാങ്ങിയത്. അതേ വർഷം തന്നെ നെറ്റ്ഫ്ലിക്സ് ഒരു ട്രെയിലറും യൂട്യൂബിൽ ഇറക്കിയായിരുന്നു. പക്ഷെ പിന്നീട് അതിനെപ്പറ്റിയിട്ട് യാതൊരു രീതിയിലുള്ള വിവരവും ഇല്ല. 2 വർഷമായി അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതെ എന്നാണ് റിലീസ് ചെയ്യുന്നതെന്ന് ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ 7 ദിവസം മുമ്പ് പിന്നെയും നെറ്റ്ഫ്ലിക്സ് ഈ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ യൂട്യൂബിൽ ഇറക്കി. എന്നിട്ട് നവംബർ 18 തീയതി നാളെ നയൻതാരയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ ദിവസം തന്നെ ഈ ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നാലെ അപ്പൊ അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ 2 വർഷം വെയിറ്റ് ചെയ്തത് എന്നതിനുള്ളൊരു മറുപടിയും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ നയൻതാരയുടെ ഈ ഒരു ഡോക്യുമെന്ററിക്കകത്ത് നയൻതാര ഇത്രയും നാളും ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾ, ഒരു സെൽഫ് മെയ്ഡ് വുമൺ, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് നയൻതാര ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിളും പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടും ലവ്, അവരുടെ തമ്മിലുള്ള സ്നേഹമാണല്ലോ, കല്യാണമാണല്ലോ. അപ്പം ഇവർ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്ത ആ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നയൻതാരയും വിഘ്നേഷ് ശിവനും മീറ്റ് ചെയ്തത് ഞാനും റൗഡിദാൻ എന്ന് പറയുന്ന ഒരു സിനിമ 2015 റിലീസ് ചെയ്തിട്ടുള്ള സിനിമ. അതിന്റെ പ്രൊഡ്യൂസർ ധനുഷാണ്. അപ്പൊ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും ആ സിനിമയുടെ സോങ് ഈ ഒരു ഡോക്യുമെന്ററിക്ക് അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനും അതുകൂടാതെ തന്നെ ആ സിനിമയിലെ 1-2 ക്ലിപ്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ധനുഷിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിരുന്നു. പക്ഷെ ധനുഷ് 2 വർഷമായിട്ടും പെർമിഷൻ കൊടുത്തിട്ടില്ല, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത്രയും നാളും. അതിപ്പോൾ ആ ലെറ്ററിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 2 വർഷമായിട്ടും ധനുഷ് യാതൊരു രീതിയിലുള്ള പെർമിഷൻ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഐഡിയ അവർ ഡ്രോപ്പ് ചെയ്തു. ആ സോങ് ഒന്നും വെക്കുന്നില്ലെന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ അവർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ 7 ദിവസം മുമ്പ് ആ ട്രെയിലർ ലോഞ്ച് ചെയ്ത സമയത്ത് ആ ട്രെയിലറിനകത്തൊരു 3 സെക്കൻഡ് ക്ലിപ്പുണ്ട്. ഈ ഞാനും റൗഡിദാൻ എന്ന് പറയുന്ന സിനിമയുടെ ബിഹൈൻഡ് ദ സീൻ ഷൂട്ടാണ്, BTS സീനാണ്. ആ ക്ലിപ്പിനകത്ത് വിഘ്നേഷ് ശിവനും നയൻതാരയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു 3 സെക്കൻഡ് ക്ലിപ്പാണ്. ആ ക്ലിപ്പിന്റെ പേരിൽ ധനുഷ് എന്ത് ചെയ്തു? ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനി നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനും ലീഗലായിട്ട് നീങ്ങിയേക്കാണ്. ഒരു ലീഗൽ സർട്ടിഫിക്കറ്റ് അയച്ചു. അതായത് ആ ഒരു ക്ലിപ്പ് റിമൂവ് ചെയ്യണം. അതിന്റെ അവകാശം ആർക്കാണ്? ധനുഷിനാണ്. കാരണം ആ മൂവിയുടെ ബിഹൈൻഡ് ദ സീൻ ക്ലിപ്പാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അവകാശം തനിക്കാണ്. അത് റിമൂവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് വാങ്ങിച്ചെടുക്കും, ലീഗലി കോടതിയിലേക്ക് നീങ്ങും എന്ന് ധനുഷ് നോട്ടീസ് നൽകിയേക്കാണ്. എനിക്കൊന്ന് 7 ദിവസം മുമ്പാണ് ആ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. അപ്പം ഏകദേശം ഒരു 5-6 ദിവസം ആയി കാണും ആ ഒരു നോട്ടീസ് അയച്ചിട്ട്. അപ്പൊ ആ നോട്ടീസ് അയച്ചതിനുള്ള മറുപടി ആയിട്ടാണ് ഓപ്പൺ ആയിട്ട് നയൻതാര ആ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഒരു ലെറ്റർ വന്നതോട് കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞു. കുറെ പേര് നയൻതാരയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറെ പേര് ധനുഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധനുഷ് ഇതുവരെയും അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല. ധനുഷിന്റെ സപ്പോർട്ടേഴ്സും ഫാൻസും ഒക്കെ തന്നെയാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നയൻതാരയുടെ ആ ലെറ്ററിന്റെ തുടക്കം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നയൻതാര പറഞ്ഞു വെക്കുന്നത്, നയൻതാര ഈ ധനുഷിന്റെ അച്ഛന്റെയും ബ്രദറിന്റെയും പേര് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ ലെറ്റർ തുടങ്ങുന്നത്. ലെറ്ററാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, ലെറ്ററിന്റെ സ്ക്രീൻഷോട്ട്. അപ്പൊ അതിലൂടെ നയൻതാര പറയുന്നത് ധനുഷ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നത് ഒരു വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു അച്ഛന്റെയും ബ്രദറിന്റെ ആ ഒരു കീഴിലാണ് ധനുഷ് ഈ ഇൻഡസ്ട്രിയിൽ വന്നത്. അങ്ങനെയാണ്, വലിയ സ്ട്രഗിൾ ഒന്നും ഇല്ലാതെയാണ് ധനുഷ് വന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് യാതൊരു രീതിയിലുള്ള ലിങ്കും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സർവൈവ് ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ട്, ഞാനൊരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ളൊരു വുമൺ ആണ്. എൻ്റെ ഈ ഒരു പൊസിഷനിലെത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം
ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് രീതിയിലാണ് നയൻതാര പറഞ്ഞു വെക്കുന്നത്. ലീഗലി ധനുഷിന്റെ തന്നെയാണ് പെർമിഷൻ, ധനുഷിന്റെ ഓണർഷിപ്പാണ്. ചിലപ്പോൾ ലീഗൽ ബാറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ധനുഷിന് വേണ്ടിയിട്ടായിരിക്കും കോടതിയും നിൽക്കുന്നത്, ധനുഷിനായിരിക്കും അതിന്റെ ഒരു ഇത് കിട്ടുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ദൈവത്തിന്റെ കോടതിയിൽ ധനുഷ് എങ്ങനെ മറുപടി പറയും എന്നാണ് നയൻതാര ചോദിച്ചേക്കുന്നത്. അതുകൂടാതെ തന്നെ ധനുഷ് ഭയങ്കര ഹമ്പിൾ ആയിട്ടാണ് ആൾക്കാരുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നത് എങ്കിൽ പോലും ധനുഷിന് മറ്റുള്ളവർ വലുതാകുന്നതൊന്നും ഇഷ്ടമല്ല, അതിന്റെ പേരിലാണ് ധനുഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് നയൻതാര പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് ആൾക്കാർ നയൻതാരയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവരൊക്കെ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ഇമോഷണലി നോക്കിക്കഴിഞ്ഞാൽ ധനുഷ് ചെയ്തത് ശരിയല്ല, ലീഗലി നോക്കിക്കഴിഞ്ഞാൽ ധനുഷ് ചെയ്തത് ശരിയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതെ, ധനുഷിന്റെ സിനിമയാണ്, ധനുഷാണ് പ്രൊഡ്യൂസർ, അപ്പൊ അതിന്റെ ഓണർഷിപ്പ് ഒക്കെ തന്നെ ധനുഷിനുള്ളതാണ്. ധനുഷ് പെർമിഷൻ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതിപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയതാണ്. ആരുടെ പക്ഷത്ത് നിൽക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെ പക്ഷത്തും എന്താണ്, ആരുടെ പക്ഷത്താണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെ പക്ഷത്തും ശരിയുണ്ട് എന്ന് പറയേണ്ടി വരും. ഇത് ലീഗലി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ധനുഷിന്റെ പക്ഷം നിന്നിട്ടായിരിക്കും കോടതിയും ഒരു ഇത് പറയുന്നത്. കാരണം ഇതിപ്പോൾ കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമല്ലേ, രണ്ടുപേരും നല്ല ബിഗ് ഷോട്ടുകളാണ്, അവർക്ക് രണ്ടുപേർക്കും നല്ല പൈസ ഉള്ളത് കൊണ്ട് തന്നെ ലീഗലി ആയിരിക്കും നീങ്ങാൻ പോകുന്നത്, കോടതി വഴി അത് സെറ്റിൽ ചെയ്യാനായിരിക്കും പോകുന്നത്. ഇപ്പൊ ഇത്രയും ഓപ്പൺ ആയിട്ട് നയൻതാര അത് പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അതുകൂടാതെ തന്നെ നയൻതാര വേറൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ധനുഷിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ജർമ്മൻ വേർഡാണ്. ഞാൻ വേർഡ് എന്താന്ന് പറയാം. ഷാഡൻ ഫ്രോഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് മനസ്സിലായത്. അപ്പൊ ആ ഒരു വേർഡിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ഫെയിലിയേഴ്സ്, മറ്റുള്ളവരുടെ വിഷമം, വേദനകള്, തകർച്ചയൊക്കെ കണ്ടിട്ട് നമുക്കൊരു പ്ലഷറും ജോയും ഒക്കെ വരത്തില്ലേ, മറ്റുള്ളവരെ ഉപദ്രവിച്ച് സാഡിസ്റ്റിക് മനോഭാവം, അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ധനുഷ് എന്നുള്ള രീതിയിലാണ് മെൻഷൻ ചെയ്തേക്കുന്നത് നയൻതാര. അപ്പം മറ്റുള്ളവരുടെ വേദനയൊന്നും കണ്ട് ഇങ്ങനെ ഇതാകാതിരിക്കുക, സന്തോഷിക്കാതിരിക്കുക, ലവ് സ്പ്രെഡ് ചെയ്യുക, എല്ലാവരോടും സ്നേഹം മാത്രം കാണിക്കുക, എല്ലാവരോടും സന്തോഷം മാത്രം കാണിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുക എന്നൊക്കെയാണ് നയൻതാര പറയുന്നത്. അപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നയൻതാരയും കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടല്ലേ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്, അല്ലാതെ ഇമോഷന്റെ പേരിലോ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണമല്ലോ എന്നുള്ള പേരിലൊന്നും അല്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്നത്, നയൻതാര ഇതേ പരിപാടിക്ക് തന്നെ അല്ലേ കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇമോഷൻ എടുത്തിട്ട് പറയുമ്പോൾ. അതുകൂടാതെ തന്നെ വിഘ്നേഷ് ശിവനെതിരെ വേറൊരു സംവിധായകന് ഇതുപോലെ രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ തന്നെ ഇതേ പരിപാടിയല്ലേ കാണിക്കുന്നേ, പിന്നെ ധനുഷിനോട് മാത്രം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ധനുഷിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നയൻതാര ഇത് നാളെ ഇപ്പൊ റിലീസ് ചെയ്യാൻ പോവാണ്, 18-ാം തീയതി റിലീസ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഈ ഒരു ലെറ്റർ പുറത്തു വന്നതോടുകൂടി ഒരുപാട് ആൾക്കാരുടെ അറ്റൻഷൻ ഈ ഒരു വിഷയത്തിൽ കിട്ടി. അപ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ഈ ബിയോണ്ട് ദ ഫെയറി ടെയിൽസ് എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി പോയി കാണും. ചുളുവിനൊരു പബ്ലിക്കായിട്ടൊരു പബ്ലിസിറ്റിയും കൂടെ കിട്ടി. ആ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നയൻതാര ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഈ ഒരു ലെറ്റർ പുറത്തു വിട്ടേക്കുന്നത് എന്നാണ് കുറച്ച് ആൾക്കാർ നയൻതാരയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും പറയുന്നത്. ഏതായാലും ഇതിന്റെ ഭാവിയിൽ ഇതിന്റെ എന്താണ് തീരുമാനം എന്നുള്ളത്, ധനുഷിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ വരുന്നത് കോടതി, ഉറപ്പായിട്ടും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ധനുഷിനായിരിക്കണം പോസിറ്റീവ് സൈഡ് ഉണ്ടാകുന്നത്. കാരണം ധനുഷിന്റെ ഓണർഷിപ്പിലുള്ള സാധനമാണ്, അത് ധനുഷിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ധനുഷ് NOC കൊടുക്കണം, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എൻ്റെ സിനിമയിലെ ക്ലിപ്പുകൾ ഇവർക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഞാൻ പൂർണ്ണമായിട്ടും അധികാരം നൽകുന്നു എന്ന് കൊടുക്കണം. അതാണ് നമ്മുടെ നാട്ടിൽ കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് അറിയത്തില്ല. നമ്മൾ ആ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ തന്നെ വളരെ കുറവാണ്. ഇപ്പൊ ഡയറക്റ്റ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ധനുഷിന് അനുകൂലമായിട്ടുള്ളൊരു വിധി ആയിരിക്കും വരുന്നത്. പക്ഷെ ഇപ്പം നയൻതാര ഇങ്ങനൊരു ലെറ്റർ ഇട്ടതോട് കൂടിയിട്ട് ഇമോഷണൽ സപ്പോർട്ടൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ നയൻതാരയ്ക്ക് കൊടുക്കുന്നുണ്ട്.